നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ പോലീസ് നരനായാട്ടിനെതിരെ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അരമണിക്കൂറോളം യുദ്ധക്കളമായി നഗരം. രാഹുലിനെതിരെ പുകമറയുണ്ടാക്കി കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചതെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. രാഹുലിനെതിരെ പ്രചരിച്ച ശബ്ദ സന്ദേശങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം മാധ്യമങ്ങളുടെ കൈവശമുണ്ടോ എന്നും എം.പി. പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ ശനിയാഴ്ച പാലക്കാട്ട് എത്തുമെന്ന സൂചന നിലനിൽക്കെ. യുവാവിന്റെ ആത്മഹത്യ. വടക്കാഞ്ചേരിയിൽ വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും കുടുംബവും. കാട്ടുപന്നിയുടെ മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ കാഞ്ഞിരംകോട് സ്വദേശിയായ യുവാവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ. ജാമ്യത്തിലിറങ്ങിയ ശേഷം മൊബൈൽ ഫോൺ തിരികെ വാങ്ങാൻ ചെന്ന യുവാവിനെ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് നാട്ടുകാർ. പ്രതിഷേധം അവസാനിപ്പിച്ചത് സമഗ്ര അന്വേഷണം നടത്തുമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പിനെ തുടർന്ന്. മാങ്കുർശിയിൽ വയോധികയെയും ഭർതൃ സഹോദരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. വയോധികയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർതൃ സഹോദരൻ തൂങ്ങി മരിച്ചതാകാമെന്ന് പോലീസ്. മുള്ളൂർക്കര ആറ്റൂരിൽ തനിച്ച് താമസിക്കുന്ന മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലത്ത് CPM ഏരിയ കമ്മിറ്റിയുടെ സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചത് ഗൾഫ് മേഖല നിയന്ത്രണത്തിലാക്കാനുള്ള അമേരിക്കയുടെ ഗൂഢാലോചനയ്ക്കെതിരെ. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര നീക്കം ആരോപിച്ച് FNPO ഷൊർണൂരിൽ പ്രതിഷേധ ധർണ. നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള കോട്ടായി സർക്കാർ ആശുപത്രി കെട്ടിടത്തിന് ചരമഗീതം. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് സൗകര്യപ്രദമായ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനെന്ന് അധികൃതർ. പുതിയ കെട്ടിട നിർമ്മാണം എന്ന് തുടങ്ങുമെന്നത് സംബന്ധിച്ച് അവ്യക്തത. ആശുപത്രി പ്രവർത്തനം അസൗകര്യങ്ങളോടും മല്ലിട്ട്. വാർത്തകൾ വിശദമായി. കേരളത്തിലെ പോലീസ് തലനായാട്ടിനെതിരെ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പൊതുവാൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ജയഘോഷ് ആവശ്യപ്പെട്ടു. ചൊവ്വന്നൂർ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലി ചെയ്യുന്ന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്ത് അവരുടെ പ്രദേശത്തെ 2 ചെറുപ്പക്കാരെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് പോവാൻ പോലീസ് തുനിഞ്ഞപ്പോൾ അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ആ സുജിത്തിനെ ആ സ്ഥലത്ത് വെച്ചും അതിനുശേഷം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയും അതിക്രൂരമായ രീതിയിലാണ് അന്നത്തെ SHO പട്ടാമ്പിക്കാരനായ ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അതിദാരുണമായ രീതിയിലാണ് മർദ്ദിക്കുകയുണ്ടായത്. അതിന് നേതൃത്വം കൊടുത്ത 4 പോലീസ് ഉദ്യോഗസ്ഥരെ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ 4 പേരല്ല, അതിലെ പഴയന്നൂർ പഞ്ചായത്തിൽ BEO ജോലി ചെയ്യുന്ന ആൾ ഉൾപ്പെടെ 5 പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, അവിടെ KSUവും SFIയും തമ്മിൽ നടന്ന വടക്കാഞ്ചേരിയിൽ വെച്ച് നടന്ന ഒരു സംഘർഷത്തിന്റെ പേരിൽ KSUവിന്റെ 3 സഹപ്രവർത്തകരെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേശൻ ഉൾപ്പെടെയുള്ള 3 കേരള വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കയ്യിൽ വിലങ്ങ് വെച്ച് കറുത്ത മുഖമൂടി കൊണ്ട് മറച്ചു കെട്ടിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതി തന്നെ ആ ഹാജരാക്കിയ സമയത്ത് തന്നെ പോലീസിനോട് വിശദീകരണം ചോദിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ബാരിക്കേഡ് മറികടന്ന് ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
അരമണിക്കൂർ നീണ്ടുനിന്ന ജലപീരങ്കി പ്രയോഗത്തിനിടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചതായും പരാതിയുണ്ട്. ഇതിനിടെ ബാരിക്കേഡ് മറികടക്കാൻ വീണ്ടും ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടി, മണ്ഡലം പ്രസിഡന്റ് TK ആഷിഖ്, ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ആഷിഖ്, ഷാഫി മരുദൂർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 25ഓളം പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാഹുലിനെതിരെ പുകമറയുണ്ടാക്കി കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചതെന്ന് VK ശ്രീകണ്ഠൻ MP. രാഹുലിനെ കുറ്റക്കാരനാക്കാൻ പ്രചരിപ്പിക്കുന്ന ശബ്ദ സന്ദേശങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം മാധ്യമങ്ങളുടെ കൈവശമുണ്ടോ എന്നും MP ചോദിച്ചു. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട്ട് എത്താനിരിക്കെയാണ് MPയുടെ പ്രതികരണം. രാഹുലിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. രാഹുലിനെതിരെ ആരും ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല. പരാതിക്കാരില്ലാത്ത സംഭവത്തിൽ പരാതിക്കാരെ സൃഷ്ടിക്കാനാണ് ആഭ്യന്തര വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പരാതിക്കാരില്ല. ആരോപണം വന്നയുടനെ കോൺഗ്രസ് നടപടിയെടുത്തത് പ്രസ്ഥാനത്തിൻ്റെ ധാർമ്മികതയാണ്. രാഹുൽ മണ്ഡലത്തിൽ വരുന്നതിനോ നേതാക്കളെ സന്ദർശിക്കുന്നതിനോ വിലക്കില്ല. എന്ത് ധാർമ്മികതയുടെ പുറത്താണ് BJPയും CPMഉം പ്രതിഷേധിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും MP ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് തൂങ്ങിമരിച്ച സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും കുടുംബവും. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് വടക്കൻ വീട്ടിൽ 30 വയസ്സുള്ള മിഥുൻ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യമാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. വെള്ളിയാഴ്ച രാവിലെ വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് മിഥുനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ വാങ്ങാൻ ചെന്ന മിഥുനെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും കുടുംബവും നാട്ടുകാരും ആവശ്യപ്പെട്ടു. അതേസമയം സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മിഥുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാൻ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നും ജില്ലാ ഭരണകൂടം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ സമാധാനിച്ചു, പക്ഷേ അയ്യോ ഞങ്ങൾക്ക് ഞാൻ ഒരു മോനുണ്ടായിരുന്നതാണ്, അതിനെങ്ങനെ ചെയ്തില്ല അവര്. അയ്യോ ഫോണ് പോയി എന്ന് പറഞ്ഞ് സങ്കടം, അവരിച്ച് ഭീതി വരുത്തിയെന്ന് സങ്കടം. എന്തൊക്കെയായിരുന്നു കുട്ടികൾ, 2 കുഞ്ഞുമക്കളെ ഈ അമ്മേനും ഭാര്യനും ഇട്ടിട്ട് അവൻ പോയില്ലേ. അവരെന്താ ചെയ്തതെന്നൊന്നും അറിയൂ സാറേ, അവരെന്തോ ഇന്നലെ അവിടെ പോയിട്ട് ചെയ്തതെന്നൊന്നും അറിയൂ സാറേ.
അതൊരു മോനോട് അച്ഛനോട് ഇല്ലാത്തതാണ്, അവൻ്റെ അതുകൊണ്ടാണ് ഞങ്ങൾ താത്താണല്ലോട് ജീവിക്കുന്നവരാ ഞങ്ങള്. ഈ ഓട്ടോറിക്ഷ ഓടിയിട്ട് കിട്ടിയിട്ട് വേണം, അത് ഇന്നലെ ഒരു ഓട്ടം കിട്ടിയിട്ടില്ല. പന്നിയിറച്ചി വാങ്ങിയെന്ന കേസിലാണ് വനം വകുപ്പ് മിഥുനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നാലെ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ വാങ്ങാൻ വ്യാഴാഴ്ചയാണ് പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ മിഥുൻ എത്തിയത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മിഥുനെ തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും ആരോപണം. വനം വകുപ്പിൻ്റെ മർദ്ദനത്തിലും സ്ഥിരം മൃഗവേട്ടക്കാർ എന്ന രീതിയിൽ വന്ന മാധ്യമ വാർത്തകളിലും മനോവിഷമത്തിൽ മിഥുൻ പുലർച്ചെ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. അതിനുശേഷം ഈ മിഥുൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മാനസിക ടെൻഷനിലും ഒരു മെൻ്റൽ ഡിപ്രഷൻ പോലെയാണ് മിഥുനുണ്ടായിരുന്നത്. ഇതിൻ്റെ ഫോൺ അവർ മേടിച്ച് വയ്ക്കുകയുണ്ടായി. ഫോൺ അവർ പിന്നീട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഫോൺ അവൻ ചെന്ന് ചോദിച്ച സമയത്ത് കൊടുക്കുകയുണ്ടായില്ല. അതിൻ്റെയും ആ ടെൻഷനിലാണ് ഈ മിഥുൻ ആകെ ഒരു ലോൺ എടുത്ത് കടം മേടിച്ചാണ് ഒരു ഓട്ടോറിക്ഷ മേടിച്ചത്. ആ ഓട്ടോറിക്ഷ മേടിച്ച് ഉപജീവനം നടത്തുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഇപ്പോൾ ഇന്നലെ രാത്രി 11 മണി മുതലേ അവൻ മിസ്സിംഗ് ആയിരുന്നു. ഞങ്ങൾ ഈ പ്രദേശത്തെ എല്ലാ നാട്ടുകാരും ഈ പ്രദേശം മുഴുവൻ തെരഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള പറമ്പിൽ നിന്നും അവൻ ഒരു മരത്തിൻ്റെ മുകളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ അവനെ കാണപ്പെടുകയുണ്ടായത്. ഇപ്പോൾ അവൻ അത്രയും മനോവിഷമത്തിലായിരുന്നുണ്ടായത്. കാരണം ഇവർ അറസ്റ്റ് ചെയ്തതിൻ്റെ വിഷമമല്ല, ഒരു 3 മാസം മുന്നേ മേടിച്ച 1 കിലോ പന്നിയിറച്ചി മേടിച്ചു എന്ന ഒരു കാരണത്തിൻ്റെ പേരിലാണ് ഈ മിഥുൻ എന്ന വ്യക്തിയെ അവർ പിടിച്ചുകൊണ്ടുപോവുകയും അവനെ പിറ്റേ ദിവസം അവൻ പിടിച്ചുകൊണ്ടുപോയാൽ ആ കേസിന് അവർ അറസ്റ്റ് ചെയ്തോട്ടെ, അത് അതിനുള്ള നടപടി എടുത്തോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമുള്ളതല്ല. പക്ഷേ അവനെ പിന്നീട് ന്യൂസുകളിലും ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം പിറ്റേ ദിവസം ഇവരെ ഒരു 3 പേരെ അവർ സ്ഥിരം പന്നിയെ വേട്ടയാടുന്ന കെണിവെച്ച് പിടിക്കുന്ന വ്യക്തികളെ ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് സ്ഥിരം ഇതിനാണ് അവരെ പണിയെന്ന് വിൽപ്പനക്കാരായിട്ട് ഈ കാട്ടുപന്നിയുടെ ഇറച്ചി വിൽപ്പനക്കാരായിട്ട് ചിത്രീകരിച്ച ആ വിഷമത്തിലാണ് ഈ മിഥുൻ എന്ന വ്യക്തി ഇന്നിപ്പോൾ അവൻ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. മിഥുൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് മൃതദേഹം താഴെ ഇറക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. ഒടുവിൽ ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി സബ് കളക്ടർ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകാൻ നാട്ടുകാരും ബന്ധുക്കളും തയ്യാറായത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താമെന്നും മിഥുൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്ന കാര്യം സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാമെന്നും സബ് കളക്ടർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാങ്കുറിശ്ശിയിൽ വയോധികയെയും ഭർത്തൃ സഹോദരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. വയോധികയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്തൃ സഹോദരൻ തൂങ്ങി മരിച്ചതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് മാങ്കുറിശ്ശി പങ്കജ് നിവാസിൽ പരേതനായ വാസുവിൻ്റെ ഭാര്യ 83 വയസ്സുള്ള പങ്കജം, ഭർത്തൃ സഹോദരൻ 80 വയസ്സുള്ള രാജൻ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജനെ വീടിൻ്റെ മുകളിലെ നിലയിൽ തൂങ്ങി മരിച്ച നിലയിലും പങ്കജത്തെ കിടപ്പുമുറിയിൽ നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: പങ്കജത്തെ കിടപ്പുമുറിയിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം രാജൻ തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. മധ്യപ്രദേശിലെ ഭിലായിലായിരുന്ന ഇവർ വർഷങ്ങളായി മാങ്കുറിശ്ശിയിലെ വീട്ടിൽ ഒന്നിച്ച് താമസിച്ചു വരികയായിരുന്നു. പങ്കജത്തിൻ്റെ മരുമകളും ഇവരുടെ കൂടെ താമസിക്കുന്നുണ്ട്. ദുബായിൽ ജോലി ചെയ്തിരുന്ന മകൻ രാജേഷ് കഴിഞ്ഞ ദിവസം മാങ്കുറിശ്ശിയിലെ വീട്ടിലെത്തിയിരുന്നു. രാജേഷും ഭാര്യയും തമിഴ്നാട്ടിലേക്ക് വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് ഇരുവരുടെയും മരണം. തൃശ്ശൂരിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ വ്യാഴാഴ്ച വീട്ടിലെത്തിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തനിച്ച് താമസിക്കുന്ന മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുള്ളൂർക്കര ആറ്റൂർ അസലംകുണ്ടിന് സമീപം ഭഗവതിക്കുന്നത്ത് പരേതനായ മുണ്ടന്റെ മകൻ 51 വയസ്സുള്ള രാധാകൃഷ്ണനാണ് മരിച്ചത്. ആറ്റൂർ ഭഗവതിക്കുന്നത്ത് പരേതനായ മുണ്ടന്റെ മകൻ BM രാധാകൃഷ്ണൻ വീട്ടിൽ തനിച്ച് താമസിച്ചു വരികയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് 51 വയസ്സുള്ള രാധാകൃഷ്ണനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കളും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കപ്പനും പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് SI നിഖിലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. രാവിലെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ മുണ്ടൻ മകൻ രാധാകൃഷ്ണൻ മരിച്ചതായി വിവരം ലഭിച്ചു.
അപ്പോൾ തന്നെ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം കിടക്കുന്ന മുറിയിൽ കട്ടിലിൽ കിടക്കുന്നതായി കണ്ടു. അപ്പോൾ സഹോദരനായ മണികണ്ഠൻ ആദ്യം വിളിച്ചപ്പോഴാണ് മരിച്ചതായിട്ട് കിടക്കുന്നതായി കണ്ടത്. അപ്പോൾ തന്നെ ചെറുതുരുത്തി പോലീസ് SI അവർ നിഖിൽ എന്ന SIയെ വിവരറിയിക്കുകയും നാട്ടുകാരായ എല്ലാ സഹപ്രവർത്തകരെയും വിളിച്ചുകൊണ്ട് പ്രദേശത്ത് വന്നുകൊണ്ട് നമ്മളത് നോക്കി. അതിനുശേഷം പോലീസ് ഇവിടെ നിരീക്ഷണം നിൽക്കുകയും തൃശ്ശൂരിൽ നിന്ന് ഫിംഗർ പ്രിൻ്റ് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. സ്മിതയാണ് ഭാര്യ, മകൾ കാർത്തിക. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നിരവധി ലഹരി കേസുകളിൽ പ്രതിയായ എറണാകുളം സ്വദേശിയെ PIT NDPS ചുമത്തി തടങ്കലിലാക്കി. തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസാണ് പ്രതി എറണാകുളം വത്തുരുത്തി നികരത്തിൽ വിനുവിനെതിരെ നടപടി സ്വീകരിച്ചത്. നിരവധി ലഹരി വിൽപ്പന, ലഹരിക്കടത്ത് കേസുകളിലെ പ്രതിയാണ് എറണാകുളം വാത്തുരുത്തി സ്വദേശിയായ നികരത്തിൽ വീട്ടിൽ വിനു എന്ന് വിളിക്കുന്ന ആന്റണി. 1 വർഷത്തേക്കാണ് ആന്റണിയെ കരുതൽ തടങ്കലിൽ അടച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ NDPS ആക്ട് പ്രകാരം അതിമാരക മയക്കുമരുന്ന് ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തിയതിന് രജിസ്റ്റർ ചെയ്ത കേസിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇൻസ്പെക്ടർ CL ഷാജുവാണ് പ്രതിയെ 1 വർഷത്തേക്ക് PIT NDPS ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിനായി തൃശൂർ സിറ്റി പോലീസ് മേധാവിക്ക് പ്രപ്പോസൽ സമർപ്പിച്ചത്. തുടർന്ന് സിറ്റി പോലീസ് മേധാവി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി ഇയാൾക്കെതിരെ PIT NDPS ആക്ട് പ്രകാരം 1 വർഷക്കാലത്തേക്ക് കരുതൽ തടങ്കിൽ പാർപ്പിക്കുന്നതിനുള്ള പ്രപ്പോസൽ കേരള ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ഈ പ്രപ്പോസൽ അനുസരിച്ച് കരുതൽ തടങ്കലിന് ഉത്തരവാവുകയും ചെയ്തു. ആലപ്പുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണിപ്പോൾ. അന്വേഷണ സംഘത്തിൽ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ KO പ്രദീപ്, SI എബ്രഹാം, മുഹമ്മദ് ഷാഫി, SCPO പ്രശാന്ത്, CPO കിഷാൽ, മോഹൻകുമാർ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സിന് മുന്നോടിയായി ഈസ്റ്റ് ഒറ്റപ്പാലത്തു നിന്ന് പ്രകടനം ആരംഭിച്ചു. ചുനങ്ങാട് റോഡിന് സമീപം പ്രകടനം സമാപിച്ചു. സദസ്സ് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വെറുതെ ഇരുന്നാൽ നാളെ എൻ്റെയും നിങ്ങളുടെയും സഹോദരന്മാർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അയൽക്കാർ അവരുടെ വിലപ്പെട്ട ജീവനും അവരുടെ സമ്പത്തും അവർ നാളിതുവരെ സമാഹരിച്ച എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. സാമ്രാജ്യത്വത്തിന് കണ്ണിൽ ചോരയില്ല എന്ന് നമ്മുടെ ലോകവും നാടും തെളിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തൊണ്ട നനക്കാൻ, ഒരു തുള്ളി കുടിനീരിനു വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന സമയത്താണ് ഇസ്രയേലും ശല്യാക്രമണം നടത്തി. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K സുരേഷ്, K ഭാസ്കരൻ, MIA റസാഖ്, P സിന്ധു, പാലപ്പുറം ലോക്കൽ സെക്രട്ടറി C മാധവൻ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് കരുത്താവുന്ന ഗൾഫ് മേഖലയിലേക്കും പാലസ്തീനിലേക്കുമുള്ള അമേരിക്കയുടെ കടന്നാക്രമണത്തിനെതിരെയാണ് സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര നീക്കം ആരോപിച്ച് FNPO ഷൊർണൂർ തപാൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ഓർഗനൈസേഷൻ പ്രതിഷേധ ധർണ നടത്തി. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻസ് FNPO ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഷൊർണൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം ഡിവിഷനു കീഴിൽ വരുന്ന ഷൊർണൂർ തപാൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, സമസ്ത മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്ന സർക്കാർ സംഘപരിവാറുകളുടെ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അടച്ചുപൂട്ടി സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെയായിരുന്നു പ്രതിഷേധം.
ഡിവിഷൻ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ബാലകൃഷ്ണൻ, ബാൽദേവ്, മെഹബൂബ്, ഷംനാഥ്, മുകുന്ദൻ, ജയരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ തുരുമ്പെടുത്ത ഇരിപ്പിടങ്ങൾ മാറ്റുന്നു. പുതിയ ഇരിപ്പിടങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു. സ്റ്റേഷനിലെ 50-ലേറെ ഇരിപ്പിടങ്ങളാണ് മാറ്റുന്നത്. മാസങ്ങളായി പാസഞ്ചേഴ്സ് അസോസിയേഷനും യാത്രക്കാരും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിലെ ഇരിപ്പിടങ്ങൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ഇരിപ്പിടങ്ങളും തുരുമ്പെടുത്ത് ദ്രവിച്ച അവസ്ഥയിലായിരുന്നു. നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരിപ്പിടങ്ങൾ മാറ്റാൻ റെയിൽവേ തീരുമാനിച്ചത്. ഇതേ തുടർന്ന് പ്ലാറ്റ്ഫോം 3, 4 എന്നിവിടങ്ങളിൽ 50ഓളം ഇരിപ്പിടങ്ങളാണ് പുതുതായി എത്തിച്ചിട്ടുള്ളത്. പഴയ ഇരിപ്പിടങ്ങൾ മാറ്റിയ ശേഷമാണ് പുതിയവ സ്ഥാപിക്കുന്നത്. സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായാണ് പുതിയ ഇരിപ്പിടങ്ങൾ ഒരുക്കിയതെന്ന് റെയിൽവേ പറയുന്നു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പുതിയ എസ്കലേറ്റർ നിർമ്മാണം ഉൾപ്പെടെയുള്ള നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര സർക്കാരിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ സമൃദ്ധ് പദ്ധതിയിൽ മങ്കര ഗ്രാമപഞ്ചായത്തും. പദ്ധതിയുടെ ബ്രോഷർ BSNL AGM ബാലൻ, അസിസ്റ്റന്റ് അക്കൌണ്ട് ഓഫീസർ ധീരജ് എന്നിവർ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസിന് കൈമാറി. കേന്ദ്ര സർക്കാരിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് സംസ്ഥാന വ്യാപകമായി 152 പഞ്ചായത്തുകളെ സമൃദ്ധ് ഗ്രാമപഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ മങ്കര പഞ്ചായത്തും ഇടം പിടിച്ചു. പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ ആകെ വീടുകളുടെ 5% വീടുകളിൽ ചുരുങ്ങിയ ചെലവിൽ അതിവേഗതയുള്ള ഇൻ്റർനെറ്റ് ലഭ്യമാക്കും. ചുരുങ്ങിയ സാമ്പത്തിക സഹായത്തോടെ വീടുകളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകി ഫൈബർ ടു ദ ഹോം എന്ന പദ്ധതി നടപ്പിലാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ കണക്കാക്കിയാണ് പദ്ധതിക്ക് ഈ പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തത്. ഡിജിറ്റൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതോടെ ഗ്രാമീണ മേഖലകളിൽ വളർച്ച കൈവരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മെച്ചപ്പെട്ട ഡിജിറ്റൽ സംവിധാനങ്ങളും സാമ്പത്തിക അവസരങ്ങളുമുള്ള ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റുന്നതിനുള്ള ഇന്ത്യയുടെ ഭാരത് നെറ്റ് സംരംഭത്തിന് കീഴിലുള്ള ഒരു പൈലറ്റ് പദ്ധതിയാണ് സമൃദ്ധ് ഗ്രാമപഞ്ചായത്ത്. 5% വീടുകളിലാണ് പദ്ധതി ആദ്യം നടപ്പാക്കുക. ആവശ്യമുള്ള മുഴുവൻ വീടുകൾക്കും പിന്നീട് കണക്ഷൻ നൽകും. പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം BSNL AGM ബാലൻ, അസിസ്റ്റന്റ് അക്കൌണ്ട് ഓഫീസർ ധീരജ് എന്നിവർ പദ്ധതിയുടെ ബ്രോഷർ പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസിന് കൈമാറി. BSNL ഉദ്യോഗസ്ഥരായ P. ശ്രീദേവി, സോളമൻ പാലക്കാട്, പ്രതീഷ് പത്തിരിപ്പാല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒന്ന് മങ്കര ഗ്രാമപഞ്ചായത്താണ് എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ വീടുകളിലേക്ക് സൗജന്യ നിരക്കിൽ ഇന്റർനെറ്റ് സംവിധാനം എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വരുന്ന 3 മാസത്തിനകം ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികളുമായാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം അക്കൗണ്ട്സ് ഓഫീസർ തിരുവനന്തപുരത്തെ ധീരജിന്റെ കൂടി നേതൃത്വത്തിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗക്കാരും പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കും. നമുക്കറിയാം, ഇന്ന് ഇന്റർനെറ്റിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സേവനങ്ങളും ഇന്റർനെറ്റിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായി സാധാരണക്കാരന് ലാഭം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന ഈ പദ്ധതിയിൽ മുഴുവൻ ആളുകൾക്കും, താല്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ട നടപടി മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പാലക്കാട് ഗവൺമെന്റ് മോയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പൺ ജിം ആരംഭിച്ചു. ലക്ഷ്യത്തിലേക്ക് പറന്നെത്താൻ യുവത ആരോഗ്യത്തോടെ മുന്നേറണമെന്ന് ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്ത VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ആരോഗ്യമുള്ള മനസ്സിന് ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. വ്യായാമത്തിലൂടെ ലഭിക്കുന്നത് രോഗപ്രതിരോധ ശേഷി മാത്രമല്ല, ലക്ഷ്യം കൈവരിക്കാനായി മനസ്സുകൂടി പാകപ്പെടും. വ്യായാമത്തിൽ ഏകാഗ്രത ലഭിക്കുന്നതിലൂടെ പാഠ്യേതര വിഷയങ്ങളിലും വിദ്യാർത്ഥികൾക്ക് മികവ് പുലർത്താനാകുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. വർദ്ധിപ്പിക്കുക
MP ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മോയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പൺ ജിം ഒരുക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി കൃഷ്ണകുമാർ, പ്രിൻസിപ്പാൾ UK ലത, PTA പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, SMC ചെയർമാൻ B ദിവ്യ, MPTA പ്രസിഡന്റ് KC ധന്യ, പ്രധാനാധ്യാപിക GA ശ്രീജ, സ്റ്റാഫ് സെക്രട്ടറി T ജിഗേഷ്, H രമേഷ്, H തീർത്ത, PP പ്രീജ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാങ്കുറിശ്ശിയിൽ പാലക്കാട് കുളപ്പുള്ളി പാതയിലെ ചളി കെട്ടിയ അഴുക്കുചാൽ ശുചീകരണം തുടങ്ങി. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം. വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യൻ കമ്പനി നിർമ്മിച്ച അഴുക്കുചാലാണ് മണ്ണും ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ് അടഞ്ഞുകിടക്കുന്നത്. പലപ്പോഴും മലിനജലം റോഡിലേക്ക് ഒഴുകുന്ന അവസ്ഥയുണ്ട്. പാലക്കാട് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം. JCB ഉപയോഗിച്ച് സ്ലാബുകൾ നീക്കിയ ശേഷം അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. മങ്കര, മാങ്കുറിശ്ശി മേഖലകളിലാണ് ഇപ്പോൾ ശുചീകരണം നടത്തുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തിയെ നാട്ടുകാർ അഭിനന്ദിച്ചു. വ്യാപാരി വ്യവസായികളോട് അവരോടും കൂടി പറഞ്ഞ് ഒരു കാരണവശാലും ഇതിന് വേസ്റ്റ് ഇടരുത്. അങ്ങനെ വൃത്തിയായി ഒരു നാടായി നമ്മുടെ രാജ്യം മാറണം. അതിന് ഓഫീസർമാർക്ക് വളരെ വളരെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായിയിൽ കളിയങ്കണം പദ്ധതി പ്രകാരം സ്പോർട്സ് കിറ്റ് വിതരണം നടത്തി. ചമ്പർക്കുളം AUP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരള സ്റ്റാഴ്സ് 2024-2025 പദ്ധതിയുടെ ഭാഗമായി പ്രീ പ്രൈമറി ക്ലാസുകളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിനു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് കളിയങ്കണം. പദ്ധതിയുടെ സ്പോർട്സ് കിറ്റ് വിതരണം ചമ്പ്രക്കുളം AUP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കുഴൽമന്ദം BRC പ്രതിനിധി K നിഷാന പദ്ധതി വിശദീകരിച്ചു. V സുനിത, MP ബീന, S സജ്ന, P ഷനൂജ, M ഇന്ദു, S അശ്വതി, MC രാഹുൽ, P മീര എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ MM വിജയകൃഷ്ണൻ സ്വാഗതവും M ഹിബത്തുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂരിൽ തകർന്ന പാത സഞ്ചാരയോഗ്യമാക്കാൻ പോലീസിന്റെയും ഓട്ടോ തൊഴിലാളികളുടെയും സംയുക്ത ശ്രമദാനം. ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ റോഡ് തകർച്ചയ്ക്കാണ് താൽക്കാലിക പരിഹാരമായത്. അപകടകരമായ കുഴികൾ തൊഴിലാളികളും പോലീസും ചേർന്ന് നികത്തി. നൂറ്റാണ്ട് പഴക്കമുള്ള കോട്ടായി സർക്കാർ ആശുപത്രി കെട്ടിടം ഓർമ്മയാകുന്നു. പുതിയ കെട്ടിടം പണിയുന്നതിനാണ് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുന്നത്. ഗ്രാമീണ ആതുര സേവനത്തിന്റെ ചരിത്രം സ്പന്ദിക്കുന്ന കോട്ടായി സർക്കാർ ആശുപത്രി കെട്ടിടത്തിന് ചരമഗീതം. നൂറ്റാണ്ടിൻ്റെ കാലപ്പഴക്കത്തിൽ നാശോന്മുഖമായ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുകയാണ്. പഴയ ഓടിട്ട കെട്ടിടം ഇനി ഓർമ്മ. നിത്യേന നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രി നിലവിൽ പ്രവർത്തിക്കുന്നത് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പരിമിതമായ സൗകര്യങ്ങളുള്ള കെട്ടിടത്തിലാണ്. രോഗികൾക്ക് ഇരിക്കുന്നതിന് പോയിട്ട് നിൽക്കാൻ പോലും ഇവിടെ സ്ഥലമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടം ഉദ്ഘാടനം പോലും നടത്തിയിട്ടുമില്ല. അതിനു മുമ്പേ ആശുപത്രി പ്രവർത്തനം ഇവിടേക്ക് മാറ്റുകയായിരുന്നു. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ ഓഗസ്റ്റ് മാസം 18-ന് ടെൻഡർ നൽകിയിരുന്നു. കെട്ടിടം പൊളിച്ചുമാറ്റിയാലും സൗകര്യപ്രദമായ പുതിയ കെട്ടിടം എന്ന് യാഥാർത്ഥ്യമാകുമെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ പ്രസവ കേസുകളും കിടത്തി ചികിത്സാ സൗകര്യവും ഉണ്ടായിരുന്ന ആശുപത്രിയാണിത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചതുർത്ഥി കലാമണ്ഡലത്തിൽ പട്ടിക്കാംതൊടി രാവണ്യമേനോൻ അനുസ്മരണവും ഗുരുസ്മരണ ദിനാചരണവും നടന്നു. രാവിലെ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കലാമണ്ഡലം MPS നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം കൂത്തമ്പലത്തിലായിരുന്നു അനുസ്മരണ പരിപാടി. കലാമണ്ഡലം MPS നമ്പൂതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി. കളി എന്നുള്ള ആ ഒരു കലയിലേക്ക് നാട്യശാസ്ത്രത്തിൻ്റെ ഒരു തരത്തിലുള്ള പ്രാണവായു കടന്നു വരുന്നത് രാവണ്യമേശാനിൽ കൂടിയാണ് എന്നുള്ള ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് ഞാനിവിടെ അത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കളരിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കവടിഭാഷയെക്കുറിച്ച് കഥകളി എന്ന നൃത്യകലയിലേക്ക് ഭരതമുനിയുടെ നാട്യശാസ്ത്ര സംസ്കാരത്തിൻ്റെ പ്രാണവായു സന്നിവേശിപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്തായ നേട്ടം. ആകാശ് വേണുഗോപാൽ ആമുഖ പ്രസംഗം നടത്തി. തുടർന്ന് സുഭദ്രാഹരണം കഥകളി അരങ്ങേറി. ശ്രീകൃഷ്ണനായി കലാമണ്ഡലം അരുൺ വാര്യർ, രുക്മിണിയായി നന്ദിത, സത്യഭാമയായി റിയ, അർജുനനായി കലാമണ്ഡലം മുകുന്ദൻ, സുഭദ്രയായി CR ഗോകുൽ, ഇന്ദ്രനായി അഭിജിത്ത്,
ബ്രാഹ്മണരായി സൂര്യകിരൺ, യതീന്ദ്രൻ, ഭരതൻ, ഹരികൃഷ്ണൻ, ബലഭദ്രനായി കലാമണ്ഡലം സുദീപ്, ശ്രീകൃഷ്ണൻ രണ്ടാമനായി കലാമണ്ഡലം വിവേക് എന്നിവർ അരങ്ങിലെത്തി. ദിനാചരണത്തിന് പ്രൊഫസർ കലാമണ്ഡലം MPS നമ്പൂതിരി, കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ BK അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ, അക്കാഡമിക് കോർഡിനേറ്റർ കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിലെ അതിജീവനം വളണ്ടിയർമാർക്ക് യൂണിഫോമും കിറ്റും വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് ജില്ലയിൽ കുഴൽമന്ദം ബ്ലോക്കിൽ മാത്രമുള്ള ജീവിതശൈലി രോഗനിയന്ത്രണ പ്രൊജക്റ്റാണ് അതിജീവനം. ഇതുപ്രകാരം ബ്ലോക്കിന് കീഴിലുള്ള 7 പഞ്ചായത്ത് പ്രദേശത്തെ പട്ടികജാതി കോളനികളിലെ 60 വയസ്സ് കഴിഞ്ഞവരെ വീട്ടിൽ ചെന്ന് പരിശോധിക്കുന്ന 35 അതിജീവനം വളണ്ടിയർമാർക്കാണ് യൂണിഫോമും കോട്ടും കിറ്റും വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ട് ഡോക്ടർ MA സിന്ധു പദ്ധതി വിശദീകരിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ M പ്രമോദ് സ്വാഗതവും PK ശ്രീജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം 22 മുതൽ ഒക്ടോബർ 2 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിനക്കത്തൂർ നവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നവരാത്രി ആഘോഷവും പുരസ്കാര സമർപ്പണവും നടക്കുക. ചിനക്കത്തൂർ നവരാത്രി പുരസ്കാരത്തിന് കളപ്പാട്ട് കലാകാരൻ കല്ലാട്ട് സജിക്കുറുപ്പ് അർഹനായെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 27 വർഷമായി കളമ്പാട്ട് കലാകാരനാണ്. 10,111 രൂപയും അവാർഡുമാണ് സമ്മാനം. നവരാത്രി മഹോത്സവ പരിപാടികൾ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ P കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. നൃത്തനൃത്യങ്ങൾ സ്റ്റാർ സിംഗർ സീസൺ 9 ഫെയിം ഭവിൻ ആൻഡ് സിയാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡിവോഷണൽ നൈറ്റ് തുടങ്ങി വിവിധ കലാപരിപാടികൾ നടക്കും. 22 മുതൽ ഒക്ടോബർ 2 വരെ വിവിധ പരിപാടികൾ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പാലപ്പുറം ശ്രീ ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ 2025 നവരാത്രി മഹോത്സവത്തിൻ്റെ ആരംഭം സെപ്റ്റംബർ 22 തൊട്ട് ഒക്ടോബർ 2 വരെ നടക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കൂടുതൽ സെലക്റ്റീവായിട്ട് തന്നെ, അതായത് ക്വാളിറ്റിയെ അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഏകദേശം 85ഓളം ടീമുകൾ, 480ഓളം കലാകാരന്മാരെ ഭഗവതിയുടെ ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുള്ള സരസ്വതി മണ്ഡപത്തിൽ തങ്ങളുടെ കലകൾ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ നമുക്ക് ഇത്രയും ടീമുകൾ പങ്കെടുത്തിരുന്നു. പിന്നെ ഈ വർഷത്തെ നമ്മുടെ നവരാത്രി കമ്മിറ്റി ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കുറേ പെയ്ഡ് പ്രോഗ്രാംസ് മറ്റുള്ള ടീമുകളെ പല ഭാഗങ്ങളിൽ നിന്നും പൈസ കൊടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ വേദിയിൽ നല്ല പ്രോഗ്രാമുകൾ ചെയ്യിപ്പിച്ചിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം അപ്പോൾ അത്തരത്തിൽ വെറുതെ ഒരു സാമ്പത്തികമായിട്ടൊരു ബാധ്യത ഉണ്ടാക്കുന്നതിലുപരി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന ഒരു പൈസയ്ക്ക് ഒരു മൂല്യം വേണം എന്നുള്ള കമ്മിറ്റിയുടെ കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രകലകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച അല്ലെങ്കിൽ വളരെ വർഷങ്ങളായി ക്ഷേത്രകലകൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ തിരഞ്ഞെടുത്ത് അതിൽ നിന്നും ഒരാൾക്ക് നമ്മൾ പുതിയ ഒരു സംരംഭമായിക്കൊണ്ട് ശ്രീ ചിനക്കത്തൂർ നവരാത്രി പുരസ്കാരം എന്ന നാമകരണം ചെയ്ത ഒരു
അവാർഡ് അല്ലെങ്കിൽ നമ്മളൊരു പുരസ്കാരം അവർക്ക് സമർപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചിനക്കത്തൂർ നവരാത്രി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KG ബാബു പ്രസാദ്, സെക്രട്ടറി AV ഹരിദാസൻ, പ്രോഗ്രാം കോർഡിനേറ്റർ A ഹരീഷ്, ഉപദേശക സമിതി അംഗം K വേണുഗോപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ യുവ ഫുട്ബോൾ താരം TM വിഷ്ണുവിന് ആദരം. ഷൊർണൂർ സ്വദേശിയായ വിഷ്ണു ഈസ്റ്റ് ബംഗാൾ FC താരമാണ്. കുട്ടികളെ കായിക മേഖലയോട് അടുപ്പിക്കുന്നതിനും മികച്ച മാതൃകകൾ മുന്നോട്ട് വയ്ക്കുന്നതിനുമായാണ് സെന്റ് ആന്റണീസ് LP സ്കൂളിലെ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിന്റെ അഭിമാന താരവും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈസ്റ്റ് ബംഗാൾ FC താരവുമായ TM വിഷ്ണുവിനെ ആദരിച്ചത്. ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് EC വിനീത, അധ്യാപകർ, സ്പോർട്സ് ക്ലബ് അംഗങ്ങളായ ആദികേഷ്, നിയാസ്, രജിൻ ദാസ്, ജിയ, ഹർഷിത, മറ്റ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. TM വിഷ്ണു തൻ്റെ അനുഭവങ്ങളും വിജയരഹസ്യവും കുട്ടികളുമായി പങ്കുവച്ചു. സ്പോർട്സ് ക്ലബ്ബ് കൺവീനർ സിദ്ദിഖ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ SN കോളേജിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടന്നു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ P രജനി ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ SN കോളേജിലെ NSS യൂണിറ്റ്, ഭൂമിത്ര സേന ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു വിളവെടുപ്പ്. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ P രജനി വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ട വിളവെടുപ്പിൽ ഏകദേശം 5 കിലോ ചെണ്ടുമല്ലിപ്പൂക്കൾ ലഭിച്ചു. ചടങ്ങിൽ ഭൂമിത്ര സേന ക്ലബ്ബ് കോർഡിനേറ്റർമാരായ നീരജ, സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ വിഷ്ണു ആയുർവേദ കോളേജ് ഫ്ലാഷ് മോബും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലായിരുന്നു പരിപാടി. ഡോക്ടർ നാഗഭൂഷണം, ഡോക്ടർ പ്രവീൺ, ഡോക്ടർ ആദർശ് G ദാസ്, ഡോക്ടർ രേഷ്മ എന്നിവർ നേതൃത്വം നൽകി. കുഴൽമന്നം തേങ്കുറിശി ശബരി VLAM സ്കൂളിലെ വിദ്യാർത്ഥിക്ക് വീടൊരുക്കി സഹപാഠികളും അധ്യാപകരും. വീടിന്റെ താക്കോൽദാനം സെപ്റ്റംബർ 20 നടത്തുമെന്ന് പ്രധാനാധ്യാപിക PR ഗീത പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരി ആശ്രമത്തിന്റെ ചാരിറ്റി പിന്തുടർന്നാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തെ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചത്. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും മുൻ അധ്യാപകരും ഒരുമിച്ചതോടെയാണ് തേങ്കുറിശി മക്കുരമ്പറമ്പ് രാജേഷ് നിഷ ദമ്പതികൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനമായത്. 8 ലക്ഷത്തോളം രൂപ ചെലവിൽ 600 സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു നൽകിയത്. കിഡ്നി രോഗിയായ രാജേഷിൻ്റെ ചുറ്റുപാടുകൾ, മക്കളുടെ പഠന നിലവാരം എന്നിവ വിലയിരുത്തിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 1200-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം പാഠ്യേതര വിഷയങ്ങളിൽ ഏറെ മുന്നിലാണെന്നും പ്രധാനാധ്യാപിക PR ഗീത പറഞ്ഞു. പരസ്പര സഹകരണം, മാനവികത, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സഹാനുഭൂതി, അങ്ങനെയുള്ള നല്ല മൂല്യങ്ങൾ വളർത്തി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഞങ്ങൾക്ക് ഇതിന് പ്രചോദനമായത് ഞങ്ങളുടെ ഇപ്പോൾ കേരളത്തിനകത്തായാലും പുറത്തായാലും വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ശബരി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് വിദ്യാലയം പ്രവർത്തിച്ചു വരുന്നത്. ആ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഉദാഹരണങ്ങളും പ്രവൃത്തികളാണ് ഞങ്ങൾ ഇതിന് മുന്നോട്ട്. ഇപ്പോഴും തന്നെ ഞങ്ങളുടെ സ്കൂളിൽ ബസ് യാത്രാ സൗകര്യം സൗജന്യമാണ്. അതുപോലെ ട്രസ്റ്റ് സൗജന്യമായിട്ട് നോട്ട്ബുക്കുകൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ യോഗ, ബാൻഡ് പരിശീലനം, കമ്പ്യൂട്ടർ പരിശീലനം ഒക്കെ തന്നെ സൗജന്യമായിട്ട് കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട്. PTA പ്രസിഡന്റ് M ശാന്തകുമാരൻ, മദർ PTA പ്രസിഡന്റ് K പ്രജിത, അധ്യാപകൻ B മനോജ് നായർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റലി. കുട്ടികളുടെ മാനസികാരോഗ്യം ദുർബലമായി വരികയാണെന്ന് സമീപകാലത്ത് പുറത്തുവന്ന പല പഠനങ്ങളും വ്യക്തമാക്കുന്നു. കുട്ടികളുടെ മാനസികാരോഗ്യം കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്തായിരിക്കും? മാറ്റലിയിലേക്ക്. കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളത് ഒരു 100-ൽ ഒരു 10-20% ആൾക്കാർക്കുള്ളൂ ഈ പ്രശ്നം
ഉള്ളത്. മീൻസ് എല്ലാവരെയും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇപ്പോൾ പഠിച്ച് A+, ഫുൾ A+ ഒക്കെ വാങ്ങുന്ന എത്രയോ കുട്ടികളുണ്ട്. അപ്പോൾ അവരൊന്നും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഒരു 100-ൽ 10-20% പേര് അങ്ങനെ ആയിപ്പോണ്ട്. ചിലപ്പോൾ വല്ല ഹോർമോണിൻ്റെ ഇഷ്യൂസ് ആവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാവാം. അല്ല എല്ലാവരെയും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. എൻ്റെ അഭിപ്രായം ഇത്രേ ഉള്ളൂ. പൊതുവെ കുട്ടികൾ കണ്ടുവരുന്ന ഒരു ഉദാസീനത, പഠനഭാരം കൂടുതൽ, അതുപോലെ മൊബൈലിൻ്റെ ഉപയോഗം, ചാറ്റിംഗ്, ഗണ്യമായ തോതിൽ കുട്ടികളുടെ പഠന നിലവാരം കുറയുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം ഈ മൊബൈൽ പോലുള്ള ദൃശ്യമാധ്യമങ്ങളിലുള്ള ശ്രദ്ധ കുട്ടികളിൽ, രക്ഷിതാക്കളിലും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ വരികയാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ കുട്ടികളിൽ ഈ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം കാര്യങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും കൂടുതൽ കുട്ടികൾക്ക് നല്ല ഉത്തരവാദിത്ത ബോധം കൊടുക്കുന്നതിന്, പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നല്ല മെച്ചപ്പെട്ട ക്ലാസുകൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ഇത് വിരമിച്ചുകൊണ്ടിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ പോലീസ് നരനായകനെതിരെ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അരമണിക്കൂറോളം യുദ്ധക്കളമായി നഗരം. രാഹുലിനെതിരെ പുകമറയുണ്ടാക്കി കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചതെന്ന് VK ശ്രീകണ്ഠൻ MP. രാഹുലിനെതിരെ പ്രചരിച്ച ശബ്ദ സന്ദേശങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം മാധ്യമങ്ങളുടെ കൈവശമുണ്ടോ എന്നും MP. പ്രതികരണം: രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ശനിയാഴ്ച പാലക്കാട്ട് എത്തുമെന്ന സൂചന നിലനിൽക്കെ. യുവാവിന്റെ ആത്മഹത്യ. വടക്കാഞ്ചേരിയിൽ വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും കുടുംബവും. കാട്ടുപന്നിയുടെ മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ കാഞ്ഞിരംകോട് സ്വദേശിയായ യുവാവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ. ജാമ്യത്തിലിറങ്ങിയ ശേഷം മൊബൈൽ ഫോൺ തിരികെ വാങ്ങാൻ ചെന്ന യുവാവിനെ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് നാട്ടുകാർ. പ്രതിഷേധം അവസാനിപ്പിച്ചത് സമഗ്ര അന്വേഷണം നടത്തുമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പിനെ തുടർന്ന്. മാങ്കുർശ്ശിയിൽ വയോധികയെയും ഭർതൃ സഹോദരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. വയോധികയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർതൃ സഹോദരൻ തൂങ്ങി മരിച്ചതാകാമെന്ന് പോലീസ്. മുള്ളൂർക്കര ആറ്റൂരിൽ തനിച്ച് താമസിക്കുന്ന മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലത്ത് CPF ഏരിയ കമ്മിറ്റിയുടെ സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചത് ഗൾഫ് മേഖല നിയന്ത്രണത്തിലാക്കാനുള്ള അമേരിക്കയുടെ ഗൂഢാലോചനയ്ക്കെതിരെ. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര നീക്കം ആരോപിച്ച് FNPO ഷൊർണൂരിൽ പ്രതിഷേധ ധർണ. നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള കോട്ടായി സർക്കാർ ആശുപത്രി കെട്ടിടത്തിന് ചരമഗീതം. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് സൗകര്യപ്രദമായ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനെന്ന് അധികൃതർ. പുതിയ കെട്ടിട നിർമ്മാണം എന്ന് തുടങ്ങുമെന്നത് സംബന്ധിച്ച് അവ്യക്തത. ആശുപത്രി പ്രവർത്തനം അസൗകര്യങ്ങളോട് മല്ലിട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.